ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ബാഷ് ഫങ്ഷൻസ് ആണ്. സോ ഫങ്ഷൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക ടാസ്ക് റൺ ചെയ്യുന്നതിന് നമുക്ക് അതിൻ്റെ ഒരു പ്രോഗ്രാം നമുക്ക് പ്രത്യേകം ഒരു ബ്ലോക്ക് ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു പ്രത്യേക ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിൽ എഴുതിയിട്ടുള്ള ആ ഒരു പ്രോഗ്രാം, ആ ഒരു കോഡ് നമുക്ക് എക്സിക്യൂട്ട് ആവുന്നതായിരിക്കും. സോ ഇതിനെയാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സാധാരണ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിലും നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ ബാഷിലും ഈ ഒരു സംഭവം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. സോ നമുക്ക് അങ്ങനെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫംഗ്ഷൻ എന്ന് പറയുന്ന കീവേഡ്, അതിനുശേഷം ഫംഗ്ഷന്റെ നെയിം. സോ ഞാനിവിടെ ഫംഗ്ഷൻ നെയിം ഹലോ എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ഇതുപോലെ ഒരു റൗണ്ട് ബ്രാക്കറ്റ്, സാധാരണ നമ്മൾ ജാവാസ്ക്രിപ്റ്റിലൊക്കെ പഠിച്ച അതേ ഒരു സിൻടാക്സ് ആണ്. സോ അതിനുശേഷം ഇതുപോലെ ഒരു കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. സോ ഇതിനുള്ളിലാണ് നമ്മൾ ഫംഗ്ഷന്റെ കണ്ടന്റ് എഴുതുന്നത്. ഇതിനുള്ളിൽ എഴുതുന്ന കോഡാണ് നമ്മൾ റൺ ആവുന്നത്. ഓക്കെ, സോ ഞാനിവിടെ എക്കോ ഹലോ എന്ന് എഴുതുന്നു. ഓക്കെ, ഹലോ എന്ന് എഴുതുന്നു, സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് ഇനി നമ്മൾ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു റിസൾട്ടും ലഭിക്കുന്നതായിരിക്കില്ല, കാരണം നമ്മൾ ഈ ഫംഗ്ഷൻ കോൾ ചെയ്തിട്ടില്ല. ഫംഗ്ഷൻ കോൾ ചെയ്യണമെങ്കിൽ നമ്മൾ താഴെ വന്നതിന് ശേഷം ജസ്റ്റ് ആ ഫംഗ്ഷന്റെ പേര് ഇതുപോലെ എഴുതി കൊടുക്കുക, സേവ് ചെയ്യുക. ഇനി നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫംഗ്ഷനുള്ളിൽ എഴുതിയിട്ടുള്ള കോഡ്, അതായത് നമ്മൾ ഹലോ എന്ന് പ്രിന്റ് ചെയ്യുകയായിരുന്നു, അതുകൂടെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നമ്മൾ ഹലോ എന്ന് രണ്ട് തവണ ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ 3 തവണയായി. ശേഷം നമ്മൾ സേവ് ചെയ്ത ശേഷം നമ്മളിത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 തവണ ആ ഒരു പ്രോഗ്രാം റൺ ആവുന്നതായിരിക്കും. ഇതിനുള്ളിൽ നമുക്കിവിടെ ഇതിന് കണ്ടന്റ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഹലോ വേൾഡ് സേവ് ചെയ്യാം. ഇനി നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ചേഞ്ച് ചെയ്തിട്ടുള്ള കണ്ടന്റ് നമുക്ക് ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. നമ്മളിപ്പോൾ 3 തവണ ലഭിക്കാൻ കാരണം നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ 3 തവണ ഇത് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇനി നമുക്ക് ഈ ഫംഗ്ഷൻ എന്ന് പറയുന്ന കീവേഡ് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. സോ നമുക്ക് ഫംഗ്ഷൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ പ്രോഗ്രാം സക്സസ്ഫുള്ളി പ്രവർത്തിക്കുന്നതായിരിക്കും. സോ നമുക്കൊന്നുകൂടി റൺ ചെയ്ത് നോക്കാം. സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഹലോ വേൾഡ് എന്ന് ലഭിക്കും. സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് നമുക്കൊരു ഫംഗ്ഷനിലോട്ട് എങ്ങനെ ഒരു ആർഗ്യുമെന്റ് പാസ് ചെയ്യാമെന്നാണ്. സോ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫംഗ്ഷനിലോട്ട് നമ്മൾ പാസ് ചെയ്യുന്ന വാല്യൂ ആണ്. സോ ഒരിക്കൽ നമ്മൾ ആ വാല്യൂ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ ഫംഗ്ഷനിൽ ഉപയോഗിക്കാൻ സാധിക്കും. സോ ഉദാഹരണമായി ഞാനിവിടെ ഇതിലോട്ട് ഒരു പേരാണ് പാസ് ചെയ്യുന്നത്. സോ ഞാനിവിടെ ഹലോ, ഞാനിവിടെ ജോൺ എന്ന് കൊടുക്കുന്നു, ജോൺ, സേവ് ചെയ്യുന്നു. സോ നമ്മൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ഒരു വാല്യൂ പാസ് ചെയ്തു. ഇനി നമ്മളിപ്പോൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹലോ വേൾഡ് എന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ, കാരണം നമ്മൾ പാസ് ചെയ്ത ഈ ഒരു ആർഗ്യുമെന്റ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടില്ല. സോ ഇത് ഉപയോഗിക്കണമെങ്കിൽ നമുക്കിവിടെ ഇതൊരു നമ്പർ ആയിട്ടാണ് വരുന്നത്, 1 2 3 അതുപോലെ നമ്പർ ആയിട്ടാണ് വരുന്നത്. ആദ്യം എന്താണോ പാസ് ചെയ്യുന്നത് അത് 1 പോകുന്നു, രണ്ടാമത് നമ്മൾ പാസ് ചെയ്യുന്നത് 2 പോകുന്നതായിരിക്കും. സോ നമുക്ക് ഹലോ ഇതുപോലെ 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സേവ് ചെയ്യാം. നമ്മൾ ആദ്യം പാസ് ചെയ്തത് ജോൺ എന്നായിരുന്നു. സോ ജോൺ എന്ന് പറയുന്നത് നമുക്ക് ഹലോ ജോൺ എന്ന് പറയുന്ന റിസൾട്ട് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഹലോ ജോൺ എന്ന് ലഭിക്കും. അതുപോലെ താഴെ വന്നതിന് ശേഷം നമ്മൾ ഫംഗ്ഷൻ നെയിം കൊടുക്കുന്നു. സോ അതിനുശേഷം നമ്മൾ നമ്മുടെ ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. സോ ഇനി നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹലോ ജോൺ എന്നും അതുപോലെ ഹലോ അനിൽ എന്നും ലഭിക്കും. സോ ഈ 2 കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇതിലോട്ട് പാസ് ചെയ്തതാണ്. സോ നമ്മൾ ഫംഗ്ഷനിൽ ഒരു വാല്യൂ മാത്രമാണ് നമ്മൾ പാസ് ചെയ്യുന്നതെങ്കിൽ അത് 1 എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ആവുന്നതായിരിക്കും. നമുക്ക് പ്രത്യേകം വേരിയബിൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇനി രണ്ടാമതായി നമ്മൾ എന്തെങ്കിലും പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഉദാഹരണമായി ഞാനിവിടെ ഏജ് പാസ് ചെയ്യാം. സോ ഞാനിവിടെ 20 എന്ന് കൊടുക്കുന്നു. സോ നമ്മളിപ്പോൾ 2 കാര്യങ്ങൾ പാസ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ആദ്യത്തത് ഹലോ ജോൺ, രണ്ടാമത് നമ്മൾ യുവർ ഏജ്. ഓക്കെ, യുവർ ഏജ് നമ്മൾ ഇതുപോലെ 2 എന്ന് കൊടുക്കുക. ഓക്കെ, സേവ് ചെയ്യാം. അതുപോലെ നമുക്ക് അനിലിന്റെ വയസ്സ് കൂടി കൊടുക്കാം. നമുക്കിവിടെ 25 കൊടുക്കാം, സേവ് ചെയ്യാം. നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹലോ ജോൺ, യുവർ ഏജ് 20, അതുപോലെ ഹലോ അനിൽ, യുവർ ഏജ് 25 എന്ന് ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് ഇനി ഒരു വാല്യൂ കൂടി പാസ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ പ്ലേസ് പാസ് ചെയ്യാം. സോ ഞാനിവിടെ കാലിക്കറ്റ്, അതുപോലെ രണ്ടാമത്തത് നമ്മൾ കൊച്ചി എന്ന് കൊടുക്കുന്നു. ഓക്കെ, കൊച്ചി എന്ന് കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. സോ നമ്മൾ മൂന്നാമത്തെ വാല്യൂ നമ്മൾ ആക്സസ് ചെയ്യുന്നതിന് നമ്മൾ 3 എന്ന് പറയുന്ന വേരിയബിൾ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. സോ നമ്മൾ എക്കോ പ്ലേസ് നമ്മൾ ഇതുപോലെ $3 എന്ന് കൊടുക്കുക. നമ്മൾ മൂന്നാമത് പാസ് ചെയ്ത വാല്യൂ നമ്മൾ 3 എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നതായിരിക്കും. സോ നമ്മൾ സേവ് ചെയ്യാം. നമ്മൾ ക്ലിയർ ചെയ്ത ശേഷം നമുക്കിത് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ ഹലോ ജോൺ, യുവർ ഏജ് 20, പ്ലേസ് കാലിക്കറ്റ് എന്ന് ലഭിക്കും. അതുപോലെ രണ്ടാമത് നമ്മൾ ഇതുപോലെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഹലോ അനിൽ, യുവർ ഏജ് 25, പ്ലേസ് കൊച്ചി എന്ന് ലഭിക്കും. സോ ഇത്തരത്തിൽ നമുക്ക് ആർഗ്യുമെന്റ് നമുക്കുള്ള ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. 2 സംഖ്യകളുടെ സം കാണുന്നതിനുള്ള ഫംഗ്ഷൻ. സോ ആ ഒരു ഫംഗ്ഷനിലോട്ടുള്ള വാല്യൂ നമ്മൾ ആർഗ്യുമെന്റ് ആയിട്ടാണ് പാസ് ചെയ്യുന്നത്. സോ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മളിവിടെ ഫൈൻഡ് സം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. സോ
നമ്മൾ രണ്ട് വാല്യൂ ആണ് പാസ് ചെയ്യുന്നത്. സോ നമ്മുടെ വേരിയബിൾ എന്ന് പറയുന്നത് 1ഉം 2ഉം ആയിരിക്കും. സോ നമ്മളിവിടെ എക്കോ $, ഡബിൾ ബ്രാക്കറ്റ്. സോ അതിനുള്ളിൽ ആദ്യത്തെ വേരിയബിൾ 1, അതുപോലെ രണ്ടാമത്തെ വേരിയബിൾ എന്ന് പറയുന്നത് 2 ആയിരിക്കും. രണ്ട് വാല്യൂ ആണ് നമ്മൾ പാസ് ചെയ്യുന്നത്. സോ 1 + 2. നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. സോ ഇനി നമുക്ക് ഇതിലോട്ട് ഈ ഫൈൻഡ് സം എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് കോൾ ചെയ്യാം. സോ ഇതിലോട്ട് നമുക്ക് രണ്ട് വാല്യൂ പാസ് ചെയ്യേണ്ടതുണ്ട്. സോ നമ്മളിവിടെ 10, 20 ഇതുപോലെ പാസ് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 10 + 20 30 എന്ന് ലഭിക്കും. ഓക്കെ, അതുപോലെ നമുക്കിവിടെ 100 കൊടുത്ത് സേവ് ചെയ്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ സോ നമുക്ക് 120 എന്ന് ലഭിക്കണം. ഓക്കെ, സോ നമുക്കിവിടെ 120 എന്ന് ലഭിക്കുന്നതായിരിക്കും. സോ ഇത് നമുക്ക് ഇനിയൊരു നമ്മൾ നേരത്തെ പഠിച്ച യൂസർ ഇൻപുട്ട് വഴി എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. സോ നമ്മളിവിടെ എക്കോ എൻ്റർ 2 numbers. ഓക്കെ, എൻ്റർ 2 numbers. സോ ഇത് നമ്മൾ റീഡ് n1 അതുപോലെ n2 എന്ന് പറയുന്ന രണ്ട് വേരിയബിളിലോട്ട് റീഡ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ ഫൈൻഡ് സമ്മിന് ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ആ ഒരു വേരിയബിൾ നെയിമാണ് ഇവിടെ കൊടുക്കുന്നത്. സോ n1 അതുപോലെ രണ്ടാമത്തെ വാല്യൂ എന്ന് പറയുന്നത് n2. സോ നമ്മൾ രണ്ട് ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ 1ഉം 2 ആയിരിക്കും. സോ നമ്മളിവിടെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമ്മൾ സേവ് ചെയ്ത് നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റർ 2 numbers. സോ ഞാനിവിടെ 10 അതുപോലെ 40 എന്ന് കൊടുക്കുന്നു, എൻ്റർ ചെയ്യുന്നു. സോ എനിക്കിവിടെ 50 എന്ന് പറയുന്ന റിസൾട്ട് സം നമുക്ക് ലഭിക്കുന്നു. സോ നമ്മളിവിടെ യൂസർ ഇൻപുട്ട് കൊടുത്തു, അത് ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്തു. ഫംഗ്ഷനിൽ നിന്നും അത് ആർഗ്യുമെന്റ് ആയിട്ട് ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മളത് നമ്മുടെ ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്തു. ശേഷം നമ്മളിവിടെ അതിന്റെ ഓപ്പറേഷൻ നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞ് നമുക്ക് റിസൾട്ട് ലഭിച്ചു. സോ ഇത്തരത്തിൽ നമുക്ക് ഫംഗ്ഷനിലോട്ട് ആർഗ്യുമെന്റ് പാസ് ചെയ്യാം. ഈ ഒരു രീതിയിൽ നമുക്ക് ബാഷ് പ്രോഗ്രാമിൽ നമുക്ക് ഫംഗ്ഷൻസ് ഉപയോഗിക്കാം.